പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷം പ്രധാനമന്ത്രി രാഷ്ട്രത്തോട് പറഞ്ഞ വാക്കുകളിൽ ഇന്ന് സംഭവിച്ചതെല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ അവരെ ഓരോരുത്തരെയായിട്ട് ട്രാക്ക് ചെയ്യും, ഓരോരുത്തരെയായിട്ട് നമ്മൾ തീർത്തിരിക്കും, ഓരോരുത്തരുടെ വീടും നമ്മൾ കണ്ടുപിടിച്ചിരിക്കും, നമ്മൾ മറുപടി കൊടുത്തിരിക്കും. Today, from the soil of Bihar, I say to the whole world, India will identify, track and punish every terrorist and their backers. അതേപോലെ സൈന്യത്തെയോ സൈന്യ താവളങ്ങളെയോ അല്ല ഇന്ത്യ ആക്രമിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ആക്രമിച്ചത് ഭീകര താവളങ്ങളും അവരുടെ ട്രെയിനിങ് സെൻ്ററുകളുമാണ് നമ്മൾ ആക്രമിച്ചത്. ചെയ്യേണ്ടതുപോലെ തന്നെയാണ് ചെയ്തത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. കറുപ്പുമുളുപ്പിലും പറഞ്ഞതുപോലെ ഇന്ത്യ മറ്റു പല കാര്യങ്ങളും കാണിച്ചായിരുന്നു. ആദ്യം 5 പടക്കപ്പലുകളുടെ ഫോട്ടോ ട്വീറ്റ് ചെയ്തായിരുന്നു. പിന്നീട് മോക്ക് ഡ്രില്ലിനെ പറ്റിയിട്ട് അനൗൺസ് ചെയ്തായിരുന്നു. പിന്നെ സൈനിക അഭ്യാസങ്ങൾ പലയിടത്തും നടക്കുമായിരുന്നു. അവസാനം ഇതെല്ലാം നടക്കുന്നത് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് ഏരിയയിലാണ്, സൗത്ത് വെസ്റ്റ് ഏരിയയിലാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ സൈന്യം ആക്രമിച്ചത് നോർത്തേൺ ഏരിയയിലാണ്, നോർത്ത് ഈസ്റ്റല്ല, നോർത്തേൺ ഏരിയയിലാണ് ആക്രമണം നടന്നത്. പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലും അതിൻ്റെ ഭാഗങ്ങളിലുമാണ് നടന്നത്. അതായത് എവിടെയാണോ നമ്മൾ അടിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ നമ്മൾ അടിച്ചിട്ടില്ല. അവിടെ നമ്മൾ വെറുതെ എക്സസൈസ് പോലും ചെയ്തിട്ടില്ല. നമ്മൾ എക്സസൈസ് നടത്തി അവരുടെ ശ്രദ്ധ നമ്മൾ മാറ്റി, എന്നിട്ട് അവർ ശ്രദ്ധിക്കാത്തടത്ത് നമ്മൾ കൃത്യസമയത്ത് അടിക്കുകയും ചെയ്തു. ഭീകരാക്രമണം നടന്ന് 14 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒരു ചടങ്ങുണ്ട്, ചൗത്ത ഉത്താല എന്നാണ് പറഞ്ഞത്. അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ 13ാമത്തെ ദിവസം അല്ലെങ്കിൽ 14ാമത്തെ ദിവസമാണ് ആ കർമ്മങ്ങൾ നടത്തുന്നത്. അപ്പോൾ പഹൽഗാവിൽ മരിച്ച നമ്മുടെ സഹോദരങ്ങളിലെ ചരമ അടിയന്തരമാണ് ഇന്ത്യൻ സേന ഇന്നലെ അർദ്ധരാത്രി ഇന്ന് വെളുപ്പാങ്കാലത്തുമായിട്ട് നടന്നു. ഇനി ഓപ്പറേഷൻ സിന്ദൂറിന് നമ്മൾ മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു നെറേറ്റീവ് എന്ന് പറയുന്നത് ഭീകരാക്രമണത്തിൽ മരിച്ചുപോയ സുഹൃത്തുക്കളുടെ ഭാര്യമാരുടെ സിന്ദൂരത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അവർക്ക് തെറ്റിപ്പോയി. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പേര് ഉദ്ദേശിക്കുന്നത് യുദ്ധവീരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ സഹോദരിമാരും അവരുടെ ഭാര്യമാരും യുദ്ധത്തിന് പോകുന്നവർക്ക് അണിയിക്കുന്ന സിന്ദൂരമാണ് ആ സിന്ദൂരം. ഇനി ആ സിന്ദൂരം നമ്മൾ ഇട്ടിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. മുന്നറിയിപ്പാണ്. അടുത്തെന്ത് സംഭവിക്കും എന്നുള്ളത് അടുത്ത ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇനി ഒരു ഇന്ത്യക്കാരിയുടെ സിന്ദൂരം മാഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ പറ്റിയിട്ട് പാകിസ്ഥാനിലെ ഭീകരന്മാർക്കും അവർക്ക് ഒത്താശ ചെയ്യുന്നവർക്കും കൊടുത്ത ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഇപ്പോൾ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ. കൂടുതൽ ഒരു താണ്ഡവം ഉണ്ടാകാതിരിക്കാനുള്ള പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർക്ക് തിരിച്ചറിവ് ഉണ്ടായി കാണും എങ്കിൽ നല്ലത്. നമ്മളെന്തായാലും നമ്മളെ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് അതേപടി നടന്നത്. നമ്മുടെ സൈനിക പണ്ഡിറ്റ്മാരായിട്ട് കുറേ മാധ്യമ പ്രവർത്തകർ വന്നിരുന്ന് നമ്മുടെ ചാനൽ ചർച്ചകളിൽ രാത്രിയും പകലും ഒക്കെ കഴിഞ്ഞ 14 ദിവസമായിട്ട് നമ്മൾ കണ്ടായിരുന്നു. അവർ പറഞ്ഞതൊന്നും അല്ല സംഭവിച്ചത്. കറുപ്പും വെളുപ്പിലും പറഞ്ഞതായിരുന്നു കൃത്യമായിട്ട് സംഭവിച്ചത്. അപ്പോൾ ഇപ്പോഴും നമ്മൾ അന്തർവാഹിനിയുള്ള ഫോട്ടോ ഒക്കെ കാണിക്കും, പടക്കപ്പലുകളുടെ ഫോട്ടോ ഒക്കെ ഇടും, അണുബോംബിന്റെ മിസൈൽ പരീക്ഷണമൊക്കെ നടത്തും. അതൊക്കെ ഒരു മറയായിരിക്കും. യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് സംഭവിച്ചു തുടങ്ങി. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് തന്നെ എനിക്ക് വന്ന ഒരു വാർത്ത, ഭീകരന്മാരുടെ വസതികള് കാശ്മീരില് ആക്രമിച്ചു തുടങ്ങി. ഭീകരന്മാരെ സഹായിക്കുന്നവരെയും ഭീകരന്മാരും അവരുടെ വസതികളിൽ സൂക്ഷിച്ചു കഴിയുന്നത് കൊണ്ടാണ് അവർക്ക് ഭീകരപ്രവർത്തനം നടത്താൻ പറ്റുന്നത്. മിനിങ്ങാന്ന് തന്നെ ഒരു ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡറെ പിടിച്ച് തലയ്ക്ക് വെടിവെച്ച് കൊന്നവർ. അപ്പോൾ റൂട്ട് കോസ് ലഷ്കർ-ഇ തൊയ്ബയാണ്. ലഷ്കർ-ഇ തൊയ്ബയുടെ കമാൻഡറെ തന്നെ ആദ്യം കൊന്നു. അവർക്കൊരു ക്ലിയർ സിഗ്നൽ കൊടുത്തു, വി ആർ ട്രാക്കിംഗ്. ഒരു ഭീകരതയും ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് അദ്ദേഹം അത് ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ഭീകരന്മാരുടെ വീട് ബോംബ് സ്ഫോടനത്തിൽ തകർക്കുകയാണ് ചെയ്തത്. വെടിവെക്കാനും ഗ്രനേഡ് എറിയാനൊന്നും പോയില്ല, ബോംബ് സ്ഫോടനത്തിൽ അങ്ങ് തകർത്തു. ഇനിയും അമിത്ഷായുടെ ജോലി, ആഭ്യന്തരമന്ത്രിക്ക് ഹോം മിനിസ്റ്റർ എന്നുള്ളതാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, ഹോം മിനിസ്റ്ററുടെ ജോലി കാശ്മീരിന്റെ പ്രാന്തപ്രദേശങ്ങളിലും ഇന്ത്യക്കകത്ത് ഭീകരതയെ വളർത്തുന്ന
അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന, അവർക്ക് സഹായം ചെയ്യുന്ന, അവരെ പരസ്യമായിട്ട് അനുകൂലിക്കുന്ന ആൾക്കാർ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക, അവരെ ഓരോരുത്തരെയായിട്ട് വേരറുക്കുക, തകർക്കുക. ഇതായിരിക്കും ഇന്ത്യ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന മാതിരി ഇന്ത്യ ബ്രഹ്മോസ് കൊടുത്തിട്ട് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു ചെറിയൊരു ഭീകരാക്രമണമാണ്. കഴിഞ്ഞ പാകിസ്ഥാൻ പ്രൊമോട്ട് ചെയ്ത ഭീകരവാദം കഴിഞ്ഞ 25-30 വർഷങ്ങളായിട്ട് VP സിംഗിന്റെ സർക്കാരിന്റെ കാലം തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഏകദേശം 40-45 വർഷമായിട്ട് പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണങ്ങളിൽ വളരെ നികൃഷ്ടം തന്നെയാണ് ഇത്. എന്നാലും ഏറ്റവും വലുത് ഇതല്ലായിരുന്നു. അപ്പോ നമുക്ക് നമ്മുടെ 2 അയൽവക്കത്തുള്ള ശത്രു രാജ്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനുള്ള ഒരു കയറ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ നമ്മുടെ തിരുവനന്തപുരത്ത് ഭാഷയിൽ ഒരു മോര എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു മോരയുണ്ട്. അതായത് പാകിസ്ഥാനിലോട്ട് വെള്ളം വിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ കരയും, ബംഗ്ലാദേശിലോട്ട് വെള്ളം തുറന്നു വിട്ടാലും ബംഗ്ലാദേശ് കാണത്തില്ല. ഇന്ത്യ സർവശക്തി ഉപയോഗിച്ച് ഇന്ത്യയുടെ അണക്കെട്ടുകളൊക്കെ ബംഗ്ലാദേശിലോട്ട് തുറന്നു കഴിഞ്ഞാൽ ധാക്ക എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഉണ്ടാവില്ല. അതേപോലെ ഇന്ത്യയിൽ നിന്നും ഹിമാലയത്തിൽ നിന്നും പാകിസ്ഥാനിലോട്ട് ഒഴുകുന്ന നദികളിൽ നിന്നും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാരും വെള്ളം കുടിക്കത്തില്ല. അതുകൊണ്ട് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ബട്ടൺസ് ഉണ്ട് എവിടെ പ്രസ് ചെയ്യണോ. അപ്പം ഈ സർക്കാരിനെ പറ്റിയിട്ടും ഈ BJP യെ പറ്റിയിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒന്നും അറിയത്തില്ല.